अबे क्या हुआ? रुपए कहाँ गए? पैर में ठंडे हो रहे हैं। अच्छा अब स्टार्टिंग वाला सीन दिखा रहे हैं ना, जब आया था पुलिस स्टेशन में। ഇരിക്കടോ. जबकि इसकी कुछ गलती थी भी नहीं. बस वो ये था, मिस्टेक हो गई. ഇനി ഒരു കാരണവശാലും നിങ്ങൾ 4 പേർക്കും സ്റ്റേഷൻ ഡ്യൂട്ടി കൊടുക്കില്ല എന്നുള്ള എന്റെ ഉറപ്പില്ല ഇപ്പോഴെങ്കിലും ഇത് പോസിബിൾ ആയി. अबे इंचार्ज नहीं बनेगा. ഉറപ്പ് കൊടുക്കണേൽ അതിനുള്ള എന്റെ ധൈര്യം ദാ ഇതാണ്. क्या? फाइल. कोई दूसरा केस दे रहा सर. हाँ हो सकता है, श्रीदेवी मर्डर केस. अच्छा നമ്മുടെ കോട്ടയത്തിന്റെ അതിർത്തി ഗ്രാമമായ ചെറുവള്ളിയിൽ 6 കൊല്ലം മുമ്പ് നടന്നൊരു മർഡർ കേസിന്റെ ഫയലായത്. ഗവൺമെന്റിന്റെ തീരുമാനം. അതിനായിട്ട് ഒരു ടീമിനെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് അയക്കണം. സ്ഥലം SP എന്നുള്ള നിലയ്ക്ക് എനിക്കാണ് അതിന്റെ ചുമതല. ओ ചെറുവള്ളി में जाएंगे. പുറമേ നിന്ന് നോക്കുന്നവർക്ക് suspend हो गए थे. ഡ്യൂട്ടി ഒന്നുമല്ല. പക്ഷേ ഇതുവരെ അന്വേഷിച്ചവർക്ക് ആർക്കും പിന്നെ എന്തായിരിക്കും നിങ്ങളുടെ പബ്ലിക് ഇമേജ്? ഇതുവരെ പുച്ഛിച്ചവന്മാരും കൊത്തിപ്പറിച്ചവന്മാരും ഒക്കെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യും. പോസ്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കി തിരിച്ചിങ്ങ് പോന്നേക്കണം. എന്താ കേസ് തെളിയിക്കായിരുന്നെന്നൊന്നും ഇവിടെ ആരും നിങ്ങളോട് ചോദിക്കില്ല. അതല്ല हाँ ആനന്ദ്, सारा क्रेडिट फिर इसको मिल जाएगा. മനസ്സ് വെച്ചാൽ पता नहीं क्या है इसके मन में. എന്തു പറയാൻ, ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ നിന്നെല്ലാം കേട്ടു. പക്ഷെ പിന്നീട് ശ്രമിച്ചു നോക്കാനുള്ള സ്പേസും ഉണ്ട്. അങ്ങനെ തന്നെ സാർ എനിക്കും തോന്നുന്നു. ഇനി എങ്ങാനും നമുക്ക് യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ പറ്റിയ ഈ ലൗലി മാർത്ത കേസ് നിങ്ങൾ അന്വേഷിച്ച് മലമറിച്ചു എന്നൊരു തോന്നലുണ്ടെങ്കിലേ അതും വേണ്ട. തുടക്കം മുതലേ ഇത് അന്വേഷിച്ച സാറുമാര് ഇതാ SP നമുക്ക് इतना आसान तो नहीं होगा ना. നിങ്ങൾ പോക്കോ വരൂ എന്താന്ന് ചെയ്തു. എന്തായാലും ഞാൻ ഇല്ല. इसने मना कर दिया. छोटी पोस्ट मिल रही है अपने. ആ അല്ല സാറേ, ഞങ്ങൾ മൂന്നുപേരും ഏതായാലും SP-യുടെ ഓർഡർ അനുസരിച്ച് ചെറുപള്ളിക്ക് अब तो जाना पड़ेगा सर. अब अरे फिर से कैसा अनाउंसमेंट कर रहा पूरे गांव में. अरे उन्होंने टॉर्चर किया होगा ना, बोल तो रहा है फिजिकली मेंटली. रैली चर्च जंक्शन पे. आगे वो भी എന്റെ ജനത്തിനെതിരെ എന്ത് നീക്കം पायलो ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു ചെറുവള്ളിക്കാരനുണ്ടോ കണ്ടെത്തിയോ? कहीं वही तो नहीं कोनी जो भाषण दे रहा है. आगे चारों. അത് ഇളകിക്കുക വന്നോട്ടേക്ക് തന്നെ പോകുന്നതായിരിക്കും ബുദ്ധി. നിരപരാധിയായ ഒരു യുവ വൈദികനെ देखो ये बड़ी झूठी कहानी बोलो. നമ്മൾ ചെറുവള്ളിക്കാരുടെ സ്വകാര്യ ജീവിതത്തെ തകർക്കുന്ന ഏതൊരു നീക്കത്തെയും बड़ी दिक्कत होने वाली है ना. സംസ്ഥാന അവാർഡ് ജേതാവും സർവോപരി നമ്മൾ ചെറുവള്ളി പ്രിയമുള്ളവരെ, എതിർ क्रिमिनल्स बोल रहे हैं देखो. अरे कैसे कैसे बातें कर रहे हो. जिस तरह से लोगों को उकसा रहे हैं, ये हो सकता है इन्होंने किया होगा. लोग ने ऐसे देख रहे हैं एंगर.
नए लोग हैं ना, वो पहचान नहीं कभी नहीं। पता तो है वैसे उनको। वहाँ भी तो पुलिस स्टेशन होगा, वहाँ जाएंगे। ये तुमने एक गाड़ी लेके भी नहीं आए हैं? അത് ഈ വഴി വലത്തോട്ട് തിരിയുമ്പോ മൂന്നാമത്തെ വീടാ. വലിയ പറഞ്ഞു എത്ര പെട്ടെന്ന് ഇവിടെ അറിഞ്ഞു. അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല പഞ്ചായത്ത് പ്രസിഡന്റ്. അത്യാവശ്യം ബന്ധങ്ങളൊക്കെ ഉണ്ട് പോലീസിലും പൊളിറ്റിക്സിലും. ആ വഴിക്ക് വല്ല അറിഞ്ഞ ഞാൻ വന്ന് വിളിച്ചോളാം എല്ലാരെയും. പിന്നെ നാട്ടുകാരും കുറ്റം പറയാൻ ഒക്കുകയല്ല സാറേ. उसको देखो कैसे। നാട്ടുകാരനായതുകൊണ്ടായിരിക്കാം 3 ടീമിലും ഞാനുണ്ടായിരുന്നു, സ്പെഷ്യൽ ഡെപ്യൂട്ടേഷൻ. അതുകൊണ്ടെന്താ ये पुलिस बता, ये भी अलग ही हो गया लोगों से। കുറച്ചേലൊന്ന് മാറാൻ ഞങ്ങളുടെ മോന്റെ കല്യാണത്തിന് വിളിച്ചിട്ട് പോലും ഒറ്റ ഒരെണ്ണം തിരിഞ്ഞു നോക്കിയില്ല. ഇക്കണക്കിനാണ് മോടെ കല്യാണം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ പറയാം. अरे എന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തുതരാം. റിട്ടയർ ആയാലും ഉള്ളുകൊണ്ട് ഞാനിപ്പോഴാ പഴയ പോലീസുകാരൻ തന്നെ. നേരെ വീട്ടിൽ തുടങ്ങി. ഗോമതി ആ വടക്ക് വിട്ട താക്കോലും കൊടുത്തേ. इसी का ये दूसरा घर वहाँ रुकेंगे। आ तो गए वो आगे शेट, वहीं फिर से पता चल गया हमको। बैंकर की എന്താ പ്രസിഡന്റ്, എന്താ കാര്യം? ആരാ നായർ ഇവരൊക്കെ? ഇവരോ? ഇവരെന്റെ പഴയ ചില പരിചയക്കാരാ. എന്താ? നോണ രവീന്ദ്ര അന്നത്തെ പോലെ ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു എന്ന് വരികയില്ല. നിങ്ങളൊന്ന് ഓർത്തോ, അന്ന് നിങ്ങളുടെ ദേഹത്ത് लड़ने लग गया वो तो आपस में ही। ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്റെ പേര് ആനന്ദ്, സബ് बोल दे ഇൻസ്പെക്ടറാ. ഞാൻ വന്നാ ഞങ്ങൾ, അല്ലാതെ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല. അതുകൊണ്ട് പ്ലീസ് ഞങ്ങളോട് സഹകരിക്കണം. अब ये कौन है खड़ा? कैसे देख रहे हो उसे? कैसे देख रही? ये ऐसे ही देख रहे गुरु क्या? ഗോവിന്ദന്റെ മോനാ. अच्छा अच्छा अरे अच्छा मैंने ഇട്ട് കണ്ടവനാ ഞാൻ. നാട്ടിലെ ഏക തുന്നൽക്കാരിയായിരുന്ന രേവമ്മയുടെ മകളായിരുന്നു കൊല്ലപ്പെട്ട. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലൊന്നും പൊടിയൻ രേവമ്മ ദമ്പതികൾക്കിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേലും കാലം ചേർന്ന് രേവമ്മയുടെ വീട്ടിൽ നിന്ന് പൊടിയൻ ഇറക്കി വിട്ടു. പിന്നീട് അങ്ങോട്ട് തനിക്കറിയാവുന്ന തുന്നൽ പണി. ഈ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രധാന സസ്പെക്ടുകളിൽ ഒരാളായിരുന്നു പൊടിയൻ. ശ്രീദേവി കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ചേട്ടനായിരിക്കും, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. സാർ എന്നിട്ട് ചേട്ടൻ ബാക്കി പറ. ായിരുന്നു ശ്രീദേവി. उस समय वहाँ लाइट भी नहीं थी हैं। ധാരാളം ചെറുപ്പക്കാർ ശ്രീദേവിയുടെ പിന്നാലെ കറങ്ങുന്നുണ്ടായിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു സുധാകരൻ മുതലാളിയുടെ ഷാപ്പിലെ എടുത്തുകൊണ്ട് सेतु। भाग गया उसको देखने के लिए। ആരെയും ശ്രീദേവി മൈൻഡ് ചെയ്തിരുന്നില്ല. മറ്റു ചെറുപ്പക്കാർക്കൊക്കെ അതൊരു നേരം പോക്കായിരുന്നേലും അതുകൊണ്ട് താൻ ആരെയും പ്രേമിക്കില്ലെന്നും അടുത്ത കൂട്ടുകാരികളോട് ശ്രീദേവി പറഞ്ഞിട്ടുള്ളതായി അവര് മൊഴി തന്നിരുന്നു. പറയേണ്ടി പെണ്ണിന്റെ ഒരു കാര്യം वे दरवाजा बंद कर दिया था उसकी माँ ने। സഹായിക്കണം നോക്കില്ല. എപ്പോ अबे क्या हुआ था ऐसा? അതൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. എന്തൊരു വിധി. है नोट लिखा था इसने कुछ। तो इसकी मौत घर में ही हुई थी? ഏട്ടമ്മ ഞാൻ പോവാണ്. എന്നെ हैं? സ്നേഹിക്കുന്ന ആളോട് किससे? എനിക്ക് किससे करती പോവാതെ थी പറ്റില്ലമ്മ. प्यार? रात को गई थी देखो। എനിക്കന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പിറ്റേന്ന് കാലത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വരുമ്പം ओह खेत में ആ തയ്യക്കാര് രേവമ്മയുടെ പെണ്ണിന്റെ കേട്ടെ.
अच्छा किसी ने मारा उसको, क्या पता उसने मारा होगा जिसके साथ जा जा रही रही थी थी। वो। अब पता नहीं किससे करती थी ये प्यार। എത്തുമ്പോ ചോരയുണ്ട്. സ്റ്റേഷൻ അറിയിച്ചില്ലേ? ആ അറിയിച്ചു. നമ്മുടെ മെമ്പർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നാലും ഇങ്ങനൊരു കൊലപാതകം നമ്മുടെ നാട്ടിൽ ये वही लड़का है। सेतु ദേവമ്മയുടെ മോളാണ്. ഇവിടെ വന്നപ്പോഴല്ലേ. എന്താണേലും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ പോലീസാണ്. രവീന്ദ്ര, ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും. ശരി സാർ. ആരാ പ്രസിഡന്റ് ബോഡി ആദ്യം കണ്ടത്? से डरा क्यों है ये? पुलिस वाले से तो डरते ही लोग। എന്താണോ എന്ന് പറയുന്നത്? हैं? अरे अरे पुलिस वाले भी कैसे हैं? സാറേ പോകുന്നു. अच्छा तो ये बोलते टॉर्चर किया गांव के लोगों ने। ആളുകളെ പിടിച്ചിരിച്ച കേസ് തെളിയുമെന്നായിരുന്നു അങ്ങേരുടെ ധാരണ. ആ പാവം ഗോവിന്ദനെ കൊണ്ടുപോയി അത് ये भयंकर। പ്രസിഡന്റ് കിട്ടിയിടി. പിറ്റേന്ന് വൈകിട്ട് ശ്രീദേവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആ കേസ് ഡയറി ഞാനത് വായിച്ചു. अबे अरे प्रेग्नेंट थे वो? അക്ഷരാർത്ഥത്തിൽ ഈ നാടിനെ ഞെട്ടിച്ചു കളഞ്ഞു. ശ്രീദേവിക്ക് അങ്ങനെ ഒരു കാമുകനേ ഇല്ലെന്ന് അവരുടെ കൂട്ടുകാരികൾ തർപ്പിച്ചു പറഞ്ഞു. പിന്നീട് क्राइम ब्रांच को दे देता। ഇവിടെ ടിവിയിലായിരുന്നു അവരുടെ ക്യാമ്പ്. എങ്ങനെയും ശ്രീദേവിയുടെ അജ്ഞാത കാമുകനെ കണ്ടെത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളായിരുന്നു പിന്നീട്. प्रेम ही नहीं पता लगा कौन था। ഞാൻ വരെ പ്രഖ്യാപിച്ചു. എന്നിട്ടും തതേവ. അങ്ങനെ ഇരിക്കുമ്പോഴാ ബോഡി ആദ്യം കണ്ട ഉത്സവപ്പുറം अबे गोविंदन से उसे सुसाइड किया थे। വീടിന് പുറകിൽ പറങ്കിമാല കെട്ടിഞ്ഞാന്ന് ഗോവിന്ദൻ മരിച്ചു. അതോടെ ജനമടങ്ങി. ए, അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് സംഘം സ്ഥലം വിട്ടു. जांच हुई नहीं फिर। പിന്നെ ഒരു 6-7 മാസം കൂടെ കഴിഞ്ഞ ഡിവൈഎസ്പി കൃഷ്ണനുണ്ണി ശ്രീദേവിയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരുടെ പുറകെ ആയിരുന്നല്ലോ ഇതുവരെയുള്ള അന്വേഷണം. നമ്മൾ ഈ അന്വേഷണത്തിന്റെ പറ്റി എന്താ ഞങ്ങളുടെ ആ അന്വേഷണം ചെന്നെത്തിയത് പറങ്ങോടനിലായിരുന്നു. ശ്രീദേവി अच्छा ये വിഷയങ്ങളൊക്കെ ഒരാളാ പറങ്ങോടൻ എന്നതാ. പിന്നെ 6 കൊല്ലം മുമ്പ് ചെറുവള്ളി TV ഉണ്ടായിരുന്ന 4 अच्छा यहाँ आते थे वो टीवी देखने। ആയിരുന്നു ടാപ്പ് ചെയ്തിരുന്നത്. എന്നാൽ ശ്രീദേവി കൊല്ലപ്പെട്ട ദിവസം പറങ്ങോടൻ ടാപ്പിങ്ങിന് ഇറങ്ങിയിരുന്നില്ല. മികച്ചാലൊരു കല്യാണം ഉണ്ടായിരുന്നു സാറേ. ഭാര്യയുടെ ചേട്ടത്തിയുടെ മോടെ. പുലർച്ചെ തന്നെ പോണായിരുന്നു അങ്ങോട്ട്. അതുകൊണ്ട് ഇങ്ങനൊരു ദുരന്ത വാർത്ത അറിഞ്ഞേച്ച് പിന്നെങ്ങനെ സാറേ കല്യാണം കൂടാൻ പറ്റുന്നേ? എന്നിട്ടും കള്ളോ സാറേ? अबे രാവിലെ മുതൽ ആ ക്രൈം സീനിലുണ്ടായിരുന്ന ഒരാളാ ഞാൻ. തന്നെ ഞാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ പറങ്ങോട. ാണ് തോട്ടത്തിൽ വന്നതേ ഇല്ലാന്ന് ഞാൻ തെളിയിക്കാം. അങ്ങനെ തെളിഞ്ഞ പിന്നെ സ്വൈവി കുറ്റവാങ്ങി ഏറ്റോണം. कहाँ गया था फिर याद में? ഇല്ല സാറേ, ഞാൻ ആ കൊച്ചിന്റെ ശവം കാണാൻ പോയിട്ട്. अच्छा अब क्यों बोल रही? വിശ്വസിക്കണം സാറേ. അയാളെ പ്രതിയെന്ന് ഞങ്ങൾ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞതുവാ. എന്നാൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരാൻ കൃഷ്ണനുണ്ണി സാറ് अच्छा फर्टिलिटी टेस्ट। നിലവിലെ അവസ്ഥയെ പറങ്ങോടന് ഒരു കുട്ടിയുടെ അച്ഛനാവാൻ കഴിയില്ലെന്ന ഡോക്ടർമാർ പറഞ്ഞു. അതോടെ SIT അന്വേഷണം तब जांच बंद हो गई। എന്നേലെ 8 കൊലപാതകം നടക്കുന്നതും അതിന്റെ അന്വേഷണം കൃഷ്ണനുണ്ണി സാറിനെ സർക്കാർ ഏൽപ്പിക്കുന്നതും. അതോടെ ശ്രീദേവി കൊലക്ക് 2 और हत्याएं हुई उसके बाद है। फिर भी भयंकर की। क्या पता उसी ने किए हुए थे पता नहीं किसने की। जिसने श्रीदेवी की हत्या की। ചേട്ടന്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഈ കേസിൽ തുടരന്വേഷണം നടത്തുന്നതാണോ അതോ അധികം സമയം മെനക്കെടുത്താതെ? मतलब करनी चाहिए उनको जांच, जब तक साबित नहीं हो जाता कि किसने किया ये,
सबसे पूछताछ करनी पड़ेगी दोबारा से। पर ये है ना कि ये तो वहाँ के लोग जानते भी नहीं ढंग से, നല്ല കടലക്കറി वो कोऑपरेट करेंगे नहीं। സാറേ അതെ ഇന്ന് ഒരു ദിവസത്തേക്ക് കൂടെ സാധനമേ ഉള്ളൂ. ये क्या है, इसको खाने की बड़ी चिंता रहती। സുഗുൻ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് സാറേ ഈ ക്ലോസിംഗ് റിപ്പോർട്ട് റെഡിയാക്കി പോകാനാന്നേ ഒരു 2 ദിവസം സാറേ ഇന്നലെ രവീന്ദ്രനാർ പറഞ്ഞ കേട്ടിട്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചേക്കും പാടുന്നു. പിന്നെ ഇത്ര സംഗതി പാടാണ് സാർ. പക്ഷെ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. सही कह रहे हो। ये नहीं करना चाहता कोशिश। ഇന്ന് മുതൽ ഒരു 5 ദിവസത്തേക്ക് നമ്മൾ ഈ ശ്രീദേവി കൊലക്കേസിന്റെ പിന്നാലെ വെറുതെ ഒന്ന് പോയി നോക്കുന്നു. അതിനുള്ളിൽ कैसा दिख रहा है? എത്രയും പെട്ടെന്ന് ഒരു ക്ലോഷർ റിപ്പോർട്ട് റെഡിയാക്കി നമുക്ക് ഈ सुराग मिलना चाहिए बस। എന്താ ശരി സാർ. തൽക്കാലത്തേക്കിന് അത് राशन की पड़ी है। എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. എവിടെ പോയിട്ട് വരുമ്പോഴും അവിടെ നടന്ന ചെറിയ കാര്യങ്ങൾ പോലും ये भी हो सकता है ना कि किसी ने जबरदस्ती की हो। किसी ने उसके साथ गलत किया हो। ഞങ്ങളിതൊക്കെ ഒന്ന് കൊണ്ടുപോവാണ്. की किताबें और जब पढ़ती थी मैगजीन ना? पढ़ती थी। इनमें हो सकता है कुछ राज। മാപ്രസിദ്ധീകരണം അല്ലാതെ ശരി. ये क्या है? देखो कोई लेटर तो नहीं जो लिखा था उसने। नहीं कुछ और है वो। സതീഷ് ക്വാർട്ടേഴ്സ് നമ്പർ ये 7 ഗോരംഗ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് बॉम्बे से? ബോംബെ. ഞാനിന്ന് സതീഷേന്റെ കൂടെ ബോംബെയിലായി. सतीश मर गया था। ശ്രീദേവിയുടെ അമ്മ പറഞ്ഞിരുന്നു ലേഖയല്ലാതെ മറ്റാരും ശ്രീദേവിക്ക് ലോകത്ത് अच्छे से छोटी थी वो। इसकी बहन है क्या? दोस्त। ശ്രീദേവി നിങ്ങൾക്ക് അയച്ച ഏതെങ്കിലും ഒരു കത്തിൽ അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നതിന്റെ എന്തെങ്കിലും സൂചനകൾ ലേഖയ്ക്ക് തോന്നിയിട്ടുണ്ടോ? നാട്ടിലെ വിശേഷമൊക്കെ തന്നെ. എപ്പോഴായിരുന്നു ലേക്ക് അവസാനമായിട്ട് ശ്രീദേവി ഒരു കത്ത് വന്നത്? അവള് മരിക്കുന്നതിനൊരു ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ അവൾക്ക് മറുപടി എഴുതാനും പറ്റിയില്ല. അതിലെന്താ പോലൊരു കത്ത്. പിന്നെ ആ കത്തിലാന്ന് തോന്നുന്നു ഞങ്ങളുടെ വേറൊരു കൂട്ടുകാരി ഇന്ദുജയുടെ കല്യാണം. ഞാൻ പറഞ്ഞല്ലോ ശ്രീദേവിയുടെ മരണത്തിന് കാരണക്കാരനെന്ന് സംശയിക്കുന്ന അവളുടെ അജ്ഞാത കാമുകനെ കണ്ടെത്താനുള്ള അവസാന ഓർമ്മ വരുവാന്നേ അറിയിക്കാൻ മടിക്കരുത്. അറിയിക്കാം സർ. ശരി. എളുപ്പമാണോ എന്നും ടൈപ്പ് പാസ്സായ പുറംനാട്ടിലൊക്കെ ജോലിക്ക് ചാൻസ് ഉണ്ടോ എന്നും എഴുതി ചോദിച്ചായിരുന്നു. പുറംനാട്ടിൽ എവിടെയാണ് നിനക്ക് ജോലി വേണ്ടത്? अच्छा केरल के बाहर जाना चाहती थी नौकरी के लिए। हिंदी टाइपिंग सीखना चाहती थी। ടൈപ്പ് പാസ്സായ പുറംനാട്ടിലൊക്കെ ജോലി കിട്ടുമോ എന്നൊക്കെ ശ്രീദേവി ഒരു കത്തിൽ ലേഖയോട് അന്വേഷിക്കണേല് ശ്രീദേവിയുടെ കാമുകൻ അയാൾക്കൊപ്പം അങ്ങനെ ഒരു നാട്ടിലേക്ക് പോകാനായിരുന്നെങ്കിലോ? അതിന് സാധ്യതയുണ്ട് സാർ. എന്നുവെച്ചാ ഹിന്ദി സംസാരിക്കുന്ന നാടുകളിൽ ജോലി ചെയ്തിരുന്ന ആരൊക്കെയാന്ന് കണ്ടെത്തണം. क्या जा रहे हो? അതിപ്പോ ഓർമ്മയെന്ന് പറയൊന്നും വേണ്ട. ओ बहन इसने इस्तेमाल कर रखी फाइल है। 1979 മുതൽ വാർഷിക അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ചെറുവള്ളിയിലെ ഓരോ കുടുംബത്തിന്റെയും ഫുൾ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് തീർന്ന് 1988 ഫയലല്ലേ വേണ്ടത്? അതെ. എന്താ പ്രശ്നം അങ്ങനെ? അതങ്ങനെ നിങ്ങളുടെ ഈ അന്വേഷണത്തോട് യാതൊരു വിധത്തിലും സഹകരിക്കുന്ന अरे अरे പഞ്ചായത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് 10-15 കൊല്ലം അങ്ങ് അതിർത്തിയിൽ Border पे था ये। കാവൽ നിന്നിട്ടുള്ളവനാണ് ഈ ചെയ്യുന്നത്. फौजी था पहले। അതുകൊണ്ട് വാ. ഓ
വരട്ടെ പ്രസിഡന്റെ. ഒരു അന്വേഷണക്കാർ വന്നിരിക്കും. ഇതിനേക്കാളും കൂടി അതുകൊണ്ട് ഇതൊന്നും കേട്ടില്ലെന്നങ്ങ് വെച്ചേക്കണം. ഈ പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പ്യൂൺ വാസുവാണ്, അല്ലാണ്ട് ആ ഓൻ ये करता है मेरा आदमी सब है. സഹകരിക്കൂല എന്ന് പറയാൻ വേണ്ടി അയാൾ അമേരിക്കൻ പ്രസിഡന്റ് അല്ലല്ലോ. വെറും വേണ്ടെന്ന് വെച്ചാ ഈ എന്നോട് പറഞ്ഞാ മതി. അത് ഞാൻ ഈ ഇറച്ചി 2 ദിവസം 2 खिला पिला जोर तो नहीं बोला कहीं नहीं नहीं ഇയാളെ കൊണ്ട് വല്ലതും നടക്കൂ. ചിലപ്പോ നടന്നേക്കാം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഒന്നാണത്. ഞങ്ങളുടെ അന്വേഷണത്തിലും അങ്ങനെ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല സാർ. ആ പെൺകുട്ടിയുടെ കാമുകൻ ചെറുവള്ളിക്ക് വെളിയിൽ ജോലി से ചെയ്തിരുന്ന पता लगा था. അവൾ അയാൾക്ക് നിരന്തരം ये കത്തുകളായി इसे भी पता है. അറിഞ്ഞത്. ആ പെൺകുട്ടി മരിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ പോസ്റ്റ്മാനും പെട്ടെന്നും किसी ने मार दिया शायद उसे. किसी ने मरवाया होगा शायद. पोस्टमैन से पता लग सकता था ना. ആ ആക്സിഡന്റും ഈ കേസും തമ്മിൽ കൊല്ലം എത്രയായില്ലേ? ചിലപ്പോ അയാൾ ആ ഘട്ടമൊക്കെ റീകൂപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാ പോസ്റ്റ്മാനം കിട്ടിയോ? പുള്ളിക്കാരൻ അവരെ നാട്ടിൽ കൊണ്ടുപോയി. അതെവിടെ? പിറവത്തിനടുത്ത് എവിടെയാണെന്നേ അറിയൂ. അതിൽ കൂടുതലൊന്നും ഇവിടെ ആർക്കും അറിയില്ല. PMG വഴി ആനന്ദ് സാർ അവരുടെ അരി തീർന്നു. ഇതൂടെ ഉള്ളു. സാറ് പറഞ്ഞ 5ാമത്തെ ദിവസം എന്നാ എങ്ങനെ കളി മുന്നോട്ട് പോവോ? इससे बस भाग निकलेगी वहां से. 3 ദിവസത്തേക്കൂടെ പഞ്ചായത്തിൽ നിന്ന് ആ പ്യൂൺ എടുത്തു തരാന്ന് പറഞ്ഞ ഫയൽ കിട്ടണം. പിന്നെ अबे क्या हुआ? रुपए कहाँ गए?